പ്രേമേ, പാകിസ്ഥാൻ പഴയ പാകിസ്ഥാൻ അല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, ഇത് അവരുടെ ഒരു നയതന്ത്ര പ്രതിനിധി. നമ്മളിപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യുന്നോ അതേപോലെ അവർ ചെയ്യും. അങ്ങനെ അത്തരത്തിൽ ഒരു നയതന്ത്ര പ്രതിനിധി ഒരു രാജ്യത്ത് ചെന്ന് ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതെന്നാണ് പറയുന്നത്. ഒന്ന് വ്യക്തമാകാമോ ഈ സമയവും സാഹചര്യവും? അതായത് ഇത് കേൾക്കുമ്പം വലിയ തമാശയാണ്. അതെ, പാകിസ്ഥാൻ പഴയ പാകിസ്ഥാനിലെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, പ്രവൃത്തിയിലും കൂടി വേണമല്ലോ. പക്ഷേ അവർ പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കുന്നുണ്ട്, ഞങ്ങൾ പഴയ ആൾക്കാരല്ല, ഞങ്ങളെന്ന് വിശ്വസിക്കണം. സംഭവം നടക്കുന്നത് അങ്ങ് UK-യിലാണ്. അവിടെ ഷെറി റഹ്മാൻ, അതായത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ഒരു പാർലമെൻറ്റ് അംഗമാണ് ഇവർ. ഈ ഇന്ത്യക്ക് ഈ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യ അയച്ചല്ലോ, ശശി തരൂരിൻ്റെ അടക്കമുള്ള നേതൃത്വത്തിൽ. അപ്പോൾ അത് പോയതിൻ്റെ പുറകെ അതിനെ അനുകരിച്ച് ഇവരും കുറച്ച് സംഘങ്ങളെ അയച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ UK-യിൽ ചെന്നപ്പോൾ അവിടെ സ്കൈ ന്യൂസ്, ഒരു വാർത്താ ചാനലാണ്, നമ്മുടെ BBC ഒക്കെ പോലെ ഒരു വാർത്താ ചാനലാണ് സ്കൈ ന്യൂസ്. അപ്പോൾ അതിൽ ഒരു അഭിമുഖത്തിൽ ഇവർ പങ്കെടുത്തു. അവതാരകയുടെ പേര് യാൽദ ഹക്കീം എന്നാണ്. അപ്പോൾ ഇവർ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്തകത്ത് ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ ധാരാളമായി നടക്കുന്നുണ്ടെന്നല്ലോ ആരോപണം, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരതൊക്കെ പറയുന്നത് ഇതെല്ലാം ഇന്ത്യയുടെ നരേറ്റീവാണ് എന്ന് വെച്ചാൽ ഇന്ത്യ പടച്ചുവിടുന്നതാണ് ഇതൊക്കെ, അതൊക്കെ എല്ലാവരും ഏറ്റുപിടിക്കുകയാണ്, അതിനപ്പുറം അതിലൊന്നുമില്ല. അപ്പൊ ഇവർ മറ്റൊരു ചോദ്യവും കൂടി ചോദിച്ചു, അതിലാണ് ഇവർ പെട്ടുപോയത്. അതായത് ഈ ടെററിസം റിസർച്ച് ആൻഡ് അനാലിസിസ് കൺസോർഷ്യം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് നമ്മുടെ വിക്കിപീഡിയ പോലെ ഈ ഭീകരവാദ പ്രവൃത്തികളും അവരുടെ സംഘടനകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ ഒരു ബ്രിഗേഡ് 313 എന്നൊരു സംഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാനിലുള്ള ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ പരിപാടി ഇന്ത്യയിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ, അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയക്കുന്നതും ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന എല്ലാ സംഘടനകളുടെയും ഒരു മദർ കൺസേൺ ആണ്, ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ് ഈ ബ്രിഗേഡ് 313. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നു എന്നാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ തള്ളിക്കളയുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇവർ പറയും അങ്ങനൊരു സംഗതിയേ ഇല്ല അവിടെ, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല, ഇതും ഇന്ത്യയുടെ മറ്റൊരു പടച്ചുവിടലാണ്. ഞങ്ങളെ ഒന്ന് വിശ്വസിക്കൂ, ഇത് പഴയ പാകിസ്ഥാൻ അല്ല, പുതിയ പാകിസ്ഥാനാണ് എന്നാണ് ഇവർ പറഞ്ഞ്. ഈ വന്നവർ പോയിട്ട് വന്നാണ് ഇനി പുതിയത് ഉണ്ടാക്കാനായിട്ട്. ഏതായാലും അവർ വന്ന് ഇങ്ങനെ സമർത്ഥിക്കുന്നതിന് മുമ്പ് വേറൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്, അയാൾ ഒരു പ്രസ്താവന നടത്തിയിരുന്ന വലിയ വിവാദമായിരുന്നു. അതായത് ഒരു 10-30 വർഷമായിട്ട് ഈ അമേരിക്കയുടെയും UK-യുടെയും ഒക്കെ പ്രേരണയിൽ ഞങ്ങൾ കുറച്ച് കൊള്ളരുതായ്മകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ അത് തിരിച്ചറിഞ്ഞു. ഇപ്പം ഞങ്ങൾ പഴയ ആൾക്കാരല്ല, പുതിയ ആൾക്കാർ. അതായത് പാകിസ്ഥാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ഭീകരവാദ പ്രവർത്തനങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പകരം അവരെ എതിർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ്. ഇനി നമ്മൾ ഈ ബ്രിഗേഡ് 313 എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അതായത് ഈ 313 അതിന് ഈ ഇസ്ലാം മത വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട്. ഈ ബദർ യുദ്ധം, അതായത് പ്രവാചകൻ നബി നടത്തിയ ഒരു യുദ്ധമായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് ഈ പ്രവാചകനെ നേരിടാൻ വന്ന വിശാലമായൊരു സൈന്യത്തെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചെറിയൊരു സൈന്യം കൊണ്ട് നേരിട്ട് അവരെ പരാജയപ്പെടുത്തി. ഒരുപാട് രക്തസാക്ഷികൾ ആ യുദ്ധത്തിലുണ്ടായി. അവരെയൊക്കെ ഇവര് പുണ്യാത്മാക്കളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. വലിയ സ്മാരകങ്ങളൊക്കെയാണ് ഓരോ ബദർ യുദ്ധത്തിൽ മരിച്ച ഓരോ പോരാളികൾക്കും രക്തസാക്ഷികളായിട്ട് കണക്കാക്കി അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഈ 313. അതിനെയാണ് ഇവർ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള വിശുദ്ധ സേനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രിഗേഡ് 313 എന്നാണ് അതിന് പേരിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിൻ്റെ ഒരു തലവനും കൂടിയുണ്ട്. ആ തലവന്റെ പേര് ഇല്യാസ് കാശ്മീരി എന്നാണ്. അപ്പൊ ഇയാളാണ് ഈ പറയുന്ന ഈ പ്രവർത്തനങ്ങളെയൊക്കെ ഇല്യാസ് കാശ്മീരി. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ പാകിസ്ഥാൻ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല, പഴയ പാകിസ്ഥാൻ അല്ല അവർ എന്നൊക്കെ ഇങ്ങനെ 100 വട്ടം ആണയിടുന്നുണ്ട്. പക്ഷെ വാസ്തവം നമുക്കറിയാം, നമ്മളൊരു 3 ഭീകരവാദി നേതാക്കളെ ഇന്ത്യക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ ഈ ലഷ്കർ ഇ തോയ്ബയുടെ അവിടുത്തെ സ്ഥാപക നേതാക്കളും ഇന്ത്യയിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരുമാണ്. അവരുടെ പേര് പറഞ്ഞാൽ ഒന്ന് ഹാഫിസ് സയ്യിദ്, രണ്ടാമത്തെ ആള് സാജിദ് മീർ, മൂന്നാമത്തെ ആള് സാക്യൂർ റഹ്മാൻ ലഖ്വി. ഇവർ 3 പേരും പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് അവിടെ അവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ വാസ്തവം എന്തെന്നാൽ ഇവരെല്ലാം അവരുടെ സ്വന്തം വീടുകളിൽ സകലമാന സുഖസൗകര്യങ്ങൾ അനുഭവിച്ച്
പോലീസ് സംരക്ഷണയിൽ കഴിയുന്നു. അവരവരുടെ കറാച്ചിയിലാണോ? അവരവരുടെ പ്രവർത്തനങ്ങൾ. ഇത് ഏറ്റവും രസകരമായ സംഗതി, ഇവർ ഒരേ സമയം തീവ്രവാദികളും അവിടുത്തെ മത നേതാക്കളും കൂടിയാണ്. ഇവര് തീവ്രമായുള്ള പ്രഭാഷണങ്ങളൊക്കെ നടത്തി അതിനെ അതെ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് വലിയ തീവ്രമായ പ്രഭാഷണങ്ങളൊക്കെ നടത്തി ബ്രെയിൻ വാഷ് ചെയ്ത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പണിയാണ് ഇവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് അവിടെ ഉള്ളത്, ഇപ്പോഴും ഉള്ളത്. മുൻപും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഓരോ ഭീകരവാദികളെ ഇവിടെ പിടികൂടുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വലിയൊരു ആയുധ ശേഖരം കിട്ടും. ഈ തീവ്രവാദികൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണതൊന്നും അല്ലല്ലോ. ഈ ആയുധങ്ങളും പൊട്ടി വീണ. അതെ, ഈ ആയുധങ്ങൾ എവിടെ നിന്ന് വരുന്നു അതിന്റെ ഉറവിടം തീർച്ചയായിട്ടും പാകിസ്ഥാൻ സൈന്യം തന്നെയാണ്. വേറെ അവർക്ക് ആയുധങ്ങൾ കിട്ടാൻ ഉറവിടമില്ലല്ലോ. അപ്പൊ ഇത്തരത്തിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നിൽക്കുകയാണ് നമ്മുടെ കണ്ണ് മൂടിക്കെട്ടാൻ അല്ലെങ്കിൽ കണ്ണി പൊടിയിടാനായിട്ടുള്ള ഇത്തരം വില കുറഞ്ഞ വാദവുമായിട്ട് പാകിസ്ഥാൻ വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഈ ഒരു വാദം വരുമ്പോൾ ഈ പറയുന്ന ടെലിവിഷൻ ചാനലല്ലേ ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രിഗേഡിയറിനെ കുറിച്ചും ചോദിച്ചു. തുടർന്ന് ഈ നയതന്ത്ര സംഘം പോയ മറ്റ് രാജ്യങ്ങളെ രാജ്യങ്ങളിൽ രസകരമായ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, ഉറപ്പായിട്ടും നമ്മൾ പോയെടുത്തും ഇവർ പോയിട്ടുണ്ടാകുമല്ലോ. അതെ, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒരു അല്പമെങ്കിലും ഇവർ കരുതുന്ന ഒരു തരിയെങ്കിലും കരുതുന്നവരും. അതെ അതെ, ഇത് അമേരിക്കയിലോട്ട് പോയപ്പോഴാണ് ഏറ്റവും രസകരമായ സംഗതി ഉണ്ടായത്. ബിലാവൽ ഭൂട്ടോ അടക്കമാണ് പോയത്, പാകിസ്ഥാന്റെ പഴയ വിദേശകാര്യ മകൻ. അതെ, ഏറ്റവും വലിയ മണ്ടത്തരം വിളിച്ചു പറഞ്ഞ ആളാ. അപ്പൊ ഈ ബിലാവൽ ഭൂട്ടോയും സംഘവും അവിടുത്തെ സെനറ്റർമാരെ, അമേരിക്കൻ സെനറ്റർമാരെ നേരിട്ട് കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ അവർ ചോദിച്ചു, ഈ പാകിസ്ഥാനിലെ ആഭ്യന്തര ഭീകരവാദത്തെ ചെറുക്കാൻ നിങ്ങൾക്ക് എന്താണ് നടപടികൾ, എന്താണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ, എന്താണ് നിങ്ങൾ തയ്യാറാക്കിയ പദ്ധതി? അതെ, ബിലാവൽ ഭൂട്ടോയ്ക്ക് ഉത്തരവില്ലായിരുന്നു. കാര്യം അറിയില്ല. അതിൽ ഒരു സെനറ്റർ കൃത്യമായ ഒരു ആവശ്യവും കൂടി ഉന്നയിച്ചു. ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇല്ലാതാക്കണം. ജെയ്ഷെ മുഹമ്മദ്. അതെ, ഇപ്പൊ ഇന്ത്യയും ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിനും മറുപടിയില്ല. പക്ഷേ ഇവർ ഈ പാകിസ്ഥാൻ ഇവിടെയൊക്കെ ചെന്നിട്ട് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ അങ്ങനെ ഇല്ല എന്ന് വാദിക്കുമ്പോഴും അതിനെതിരെ എന്ത് നടപടി എടുത്തു എന്ന് പറയാനായിട്ട് അവർക്ക് ഉത്തരമില്ലാത്തൊരവസ്ഥയുണ്ട്. അതേസമയം തന്നെ ഇവർ ഈ അമേരിക്കയിൽ ചെന്നിട്ട് കൂടുതൽ ആയുധങ്ങൾ വേണമെന്നുള്ള ആവശ്യവും പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് ഇന്ത്യ വലിയൊരു രീതിയിലുള്ള ആക്രമണം നടത്തി, അപ്പം ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം ആകെ തകർന്നു, ഞങ്ങളുടെ ഡിഫൻസ്, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം തകരാറിലായി, വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനൊക്കെ പകരം പുതിയ ആയുധങ്ങൾ തരണമെന്നുള്ള ആവശ്യമായിട്ടൊക്കെയാണ് പോയേക്കുന്നത്. അപ്പോൾ പച്ചക്കള്ളവും പരിവേദനവും. പിന്നെ ഒന്നുകൂടിയുണ്ട്, ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് അദ്ദേഹവും നേരിട്ട് പല രാജ്യങ്ങൾ ഇതിനിടയിൽ സന്ദർശിക്കാൻ പോയിട്ടിരുന്നു. അതായത് ഈ സമയത്ത് പാകിസ്ഥാന് പിന്തുണ കൊടുത്ത തുർക്കിയിലും അസർബൈജാനിലും ഇറാനിലും ഒക്കെ ഇദ്ദേഹം പോയി. അവിടെ ചെന്നിട്ട് ഇന്ത്യ ഞങ്ങൾക്ക് ടെട്ടിന്റെ പണി തന്നു എന്നുള്ളതിന്റെ സർട്ടിഫിക്കേഷനാണ് അദ്ദേഹം അവിടെ നടത്തിയത്. കാര്യം ഇവർ കാണിച്ച പോക്കരിത്തരം പറഞ്ഞില്ല. അല്ല, അതായത് നമ്മള് ഇപ്പൊ ഇന്ത്യയുടെ നല്ല അവകാശവാദമാണെന്ന് വെക്കാം, ഇപ്പൊ നമ്മൾ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി. പക്ഷെ അതിന് ഏറ്റവും വലിയ സാക്ഷ്യപത്രം നൽകിയത് ഈ പറയുന്ന ഷഹബാസ് ഷെരീഫാണ്. അതായത് ഞങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണമൊക്കെ നടത്താനായിട്ട് പദ്ധതി ഇട്ടിരുന്നു, പക്ഷെ ആ പദ്ധതി പ്രാവർത്തികമാക്കാൻ കൃത്യം 2 മണിക്കൂർ മുമ്പേ ഇന്ത്യ വന്ന് മൊത്തം അടിച്ചൊതുക്കി. അതെങ്കിലും സമ്മതിക്കേണ്ടി വന്നല്ലോ. അതെങ്കിലും അപ്പൊ ആ രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കൽ. അതായത് ഇന്ത്യക്കെതിരെ ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കാനായിട്ട് പോയിട്ട് എല്ലായിടവും നാണം കെട്ടത് മാത്രമല്ല, ഞങ്ങൾക്ക് പറ്റിയ അമളിയും പറയേണ്ടി വന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.